അങ്ങനെ ഓഗസ്റ്റ് മാസം സ്റ്റാർട്ടായി. ഈ മാസം ഏകദേശം ഒരു 13ഓളം മൂവീസാണ് എല്ലാ ഇൻട്രസ്റ്റിംഗ് വരാൻ പോകുന്നത്. ഓഗസ്റ്റ് 7-ന് ആര്യഭട്ട കസീറാണ് ആദ്യം ഇറങ്ങുന്നത്. നമ്മുടെ ബോളിവുഡിൽ നിന്നും രവി മോഹനൊക്കെ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ഒരു ലൈഫ് ഡ്രാമ സിനിമ. അതേ ദിവസം തന്നെ ഹോളിവുഡിൽ നിന്നും വൺ നൈറ്റ് ഓൺലി എന്ന് പറഞ്ഞൊരു റോം കോം മൂവിയും കൂടെ വരുന്നുണ്ട്. ഓഗസ്റ്റ് 14-നാണ് ദ എൻഡ് ഓഫ് ഓക്സ് സ്ട്രീറ്റ് റിലീസ് ആകാൻ പോകുന്ന ഒരു സൈഫൈ അഡ്വഞ്ചർ മൂവി. നമ്മുടെ ആനി ഹാത്വേ ഒക്കെ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന സിനിമ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡേവിഡ് റോബർട്ട് മിച്ചിലാണ്. നമ്മുടെ ഇറ്റ് ഫോളോസ് എന്ന സിനിമയുടെ ഒക്കെ ഡയറക്ടർ. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു. ഇപ്പോൾ കിടിലം പടമാണ്. ഒരു ഹൊറർ ജോൺറ വരുന്ന സിനിമയാണ് ഇറ്റ് ഫോളോസ്. സോ എൻഡ് ഓഫ് ഓക്സ് സ്ട്രീറ്റ് ഓഗസ്റ്റ് 14-ന്. ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ ബോളിവുഡിൽ നിന്നും ഇമ്രാൻ ഹാഷ്മി നായകനാകുന്ന അവാറബൻ 2 വരുന്നത്. ഈ അവാറബൻ 2-ന്റെ ഫസ്റ്റ് പാർട്ട്, അവാറബൻ എന്ന് പറഞ്ഞ മോഹിസൂര് ഡയറക്ടർ ചെയ്ത് നമ്മുടെ ആഷിക് 2-ന്റെ ഒക്കെ ഡയറക്ടർ, കിഡിലൻ സിനിമയാണ്. ഒരു വൻ ഫാൻ ബേസ് തന്നെ ആ പടത്തിനുണ്ട്. സോ ഇത് ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ വൻ ഫാൻ ബേസ് ആണ്. ആൾക്കാർ ഭയങ്കര, നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. ഈ അവാറബൻ ഫസ്റ്റിനകത്തെ പാട്ടുകളും അതേപോലെ എല്ലാം ഹിറ്റായിരുന്നു. സോ അവാറബൻ 2 ഓഗസ്റ്റ് 14-ന് റിലീസാകും. സോ ഒരു ഇമ്രാൻ ഹാഷ്മിയുടെ ഒരു ഹോപ്പുള്ള സിനിമയാണ്. അന്ന് തന്നെ ബോളിവുഡിൽ നിന്ന് മറ്റൊരു പടം കൂടി ഉണ്ട്, ബത്വാര 1947. നമ്മുടെ സണ്ണി ഡിയോൾ പ്രധാന കഥാപാത്രത്തിൽ വരുന്ന സിനിമ സംവിധാനം ചെയ്താക്കുന്ന രാജ്കുമാർ സന്തോഷിയാണ്. പുള്ളി ഇതാണ് പണ്ട് ഖാക്കി എന്നൊക്കെ പറഞ്ഞ സിനിമ ബോളിവുഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമിതാഭ് ബച്ചൻ, അജയ് ദേവ്ഗൺ, അക്ഷയ് കുമാർ, ഐശ്വര്യ റായ് ഇവരെല്ലാം വെച്ച് ഒരു മൾട്ടി സ്റ്റാർ മൂവി ഇതാണ്. സോ അത് അത്യാവശ്യം നല്ലൊരു പടമാണ്. സോ ബത്വാര 1947 ഓഗസ്റ്റ് 14. ഈ പടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, ഈ പടം പ്രൊഡ്യൂസ് ചെയ്താക്കുന്ന അമീർ ഖാനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്ത AR റഹ്മാൻ. ഒരു ഇൻഡിപെൻഡൻസ് ബേസ്ഡ് മൂവിയാണ്. സോ ആ സമയത്തുള്ളൊരു കോൺഫ്ലിക്റ്റ്, ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ്, അങ്ങനത്തെ പരിപാടിയെല്ലാം നിറഞ്ഞ സിനിമയാണ്. സോ ബത്വാര 1947 ഓഗസ്റ്റ് 14-ന്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15-ന് സൽമാൻ ഖാൻ്റെ മാതൃഭൂമി എന്ന് പറഞ്ഞ പടം ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അതിൻ്റെ ഒരു ടീസർ മാത്രം ഇതുവരായിട്ടും വന്നിട്ടുള്ള ഒരു വാർ ബേസ്ഡ് മൂവിയാണ്. ഇതുവരായിട്ടും കൺഫേം ആയിട്ടില്ല. 15-ാം തീയതി ഇറങ്ങുന്നൊക്കെയാണ് ഇതുവരെയൊക്കെ വന്നത്. ഇൻഡിപെൻഡൻസ് ഡേക്ക് റിലീസ് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മേ ബി ആ ടൈമിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം അന്ന് തന്നെ 2 അവാറബൻ 2-ഉം നമ്മുടെ ബത്വാര 1947 ഇറങ്ങുന്നുണ്ട്. മേ ബി ആ ടൈമിൽ ഷിഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാതൃഭൂമി ഇപ്പോൾ കറന്റ് കിടക്കുന്നത് ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 20-നാണ് ഖലീഫ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ പൃഥ്വിരാജ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന, വൈശാഖ് സംവിധാനം ചെയ്യുന്ന, ജിനു എബ്രഹാം റൈറ്റ് ചെയ്യുന്ന, ജേക്സ് ബിജോയ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ഖലീഫ. അതേപോലെ ലാലേട്ടൻ ക്യാമിയോ റോളി വരുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈപ്പിൽ, മലയാളത്തിലുള്ള ഹൈപ്പിലുള്ള ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിൽ ഒന്നാണ് ഖലീഫ. സോ വൺ ഹൈപ്പിലാണ് വരുന്നത്. പിന്നെ നമുക്കറിയാം വൈശാഖാണെങ്കിലും മാസ് മസാല മൂവീസ് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് അടിപൊളിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു മോൺസ്റ്റർ ഒഴികെ ബാക്കി എല്ലാ മൂവീസും ഒരു ആവറേജ് ഗ്യാരൻറ്റീഡ് ആണ് പുള്ളിയുടെ പടങ്ങൾ. സോ വൻ ഹൈപ്പിലാണ് ഈ സിനിമ വരുന്നത്. ഇതിൻ്റെ ഒരു ടീസർ മാത്രമാണ് മുമ്പ് ഇറങ്ങിയിട്ടുള്ളത്. അതിനും നല്ല റെസ്പോണ്ടാണ് ഓഡിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സോ പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ലുക്സ് കാര്യങ്ങൾ, ഈ അടുത്തൊരു പാട്ട് റിലീസായി. എല്ലാ രീതിയിലും ടോട്ടലി ഒരു ഓണം വിന്നർ എന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമയാണ് ഖലീഫ. സോ ഖലീഫ ഓഗസ്റ്റ് 20-ന് എത്തും. അന്ന് തന്നെയാണ് DQന്റെ അയാം ഗെയിം റിലീസ് ചെയ്യാൻ പോകുന്നത്. RDXന് ശേഷം നഹാസിദായ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ജേക്സ് ബിജോയിനാണ്. അയാം ഗെയിമിൻ്റെ ഒരു ട്രെയിലർ ഈ അടുത്ത് ഇറങ്ങിയിരുന്നു. അത്യാവശ്യം സ്റ്റൈലിഷ് ആയ സാധനം തന്നെയായിരുന്നു. പക്ഷേ ഓഡിയൻസിൽ നിന്നൊക്കെ അത്യാവശ്യം മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ്. സോ ഒരു 3 വർഷത്തിന് ശേഷമാണ്, കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം DQന്റെ നെക്സ്റ്റ് മൂവിയാണ്. അപ്പോൾ കിങ് ഓഫ് കൊത്ത ഇതേപോലെ ഒരു എക്സ്പെക്ടേഷൻ വന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിനിമയായിരുന്നു. സോ ഇതൊരു നല്ല പടമായിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഡയറക്ടറിൽ കോൺഫിഡൻസ് ഉണ്ട്, കാരണം RDX പോലെ സിനിമ ചെയ്തുകൊണ്ട്. സോ അപ്പം അയാം ഗെയിം 20-ാം തീയതി തന്നെ. 21-ാം തീയതിയാണ് നിവിൻ ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസ് ആകാൻ പോകുന്നത്. നമ്മുടെ ഗിരീഷ് ഷെഡി ഡയറക്ട് ചെയ്യുന്ന നിവിൻ പോളിയും മമിത ബിജുവാണ് ഇതിനകത്ത് പ്രധാന കാസ്റ്റായിട്ട് വരുന്നത്. സോ ഇതൊരു ഫീൽ ഗുഡ് ടൈപ്പ് പടമാണ്. പുള്ളിയുടെ അയാം കാതലിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഗിരീഷ് ഷെഡിയുടെ ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് നമുക്കറിയാം. സോ പുള്ളി എങ്ങനെയാണ് നിവിൻ പോളിയായിട്ട് കൊളാബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു സർപ്രൈസിംഗ്ലി നന്നായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ലാസ്റ്റ് ഇറങ്ങിയ സർവമയാണെങ്കിലും പുള്ളിയുടെ ഒരു കംബാക്ക് ആയിരുന്നു. സോ ഇതൊരു നല്ല മൂവി ആയിട്ടെന്ന് ഓർക്കുന്നു. മിക്കവാറും സൈലൻ്റ് ആയിട്ട് വന്ന് ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ ഓഗസ്റ്റ് 21-ന് ബെത്ലഹേം കുടുംബ യൂണിറ്റ് വരും. 21-ാം തീയതി ഹോളിവുഡിൽ നിന്നും ഇൻസിഡിയസിന് പുതിയ സീക്വൽ വരുന്നുണ്ട്, ഇൻസിഡിയസ് ഔട്ട് ഓഫ് ദി ഫർദർ എന്ന് പറഞ്ഞാൽ. സോ ലാസ്റ്റ് ഇറങ്ങിയ ഇൻസിഡിയസ് മൂവീസ് ഒക്കെ വൻ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. നമുക്കറിയാം ജെയിംസ് വാൻ സംവിധാനം ചെയ്ത ഇൻസിഡിയസ് ഫസ്റ്റും സെക്കൻഡും കിടിലം പടം. അതായത് ഹൊറർ മൂവിയിൽ ഹോളിവുഡിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കിടിലം പടത്തിലൊരു ഇതാണ് കോൺജറിങ് സീരീസും അതായത് ഇൻസിഡിയസും. കിട്ടിലെന്ന് പറഞ്ഞാൽ കിട്ടിലും പടമായിരുന്നു. പക്ഷേ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇത് ഭയങ്കര ഷോക്കായി തുടങ്ങി. പിന്നെ ജെയിംസ് വാൻ അല്ല ഇതൊന്നും ഡയറക്റ്റ് ചെയ്തത്. ഒരു ഹോപ്പായിട്ടൊന്നുമില്ല. 2-3 പാട്ടം കണ്ട് അത് കഴിഞ്ഞ് ചാപ്റ്റർ 3യും ലോസ്കിയും 2 ആണെന്ന് തോന്നുന്നു. 2 അങ്ങോട്ട് മെയിൻലി ഇറങ്ങി. അതെല്ലാം വൻ ഷോക്കായിരുന്നു. ഒരു
ടിപ്പിക്കൽ ഒരു ടെംപ്ലേറ്റ് വന്ന സിനിമകളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. സോ ഇതിലൊരു ഹോപ്പ് ഉണ്ട്. സോ 21-ാം തീയതിയാണ് ഇൻസീഡിയസ് റിലീസ് ആകാൻ പോകുന്നത്. അതേ ദിവസം തന്നെ ജെയ്സൺ സ്റ്റെഥാമിൻ്റെ ഹോളിവുഡിൽ നിന്നും മ്യൂട്ടണി എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആകാൻ പോകുന്നത്. ഒരു ആക്ഷൻ ടൈപ്പ് മൂവിയാണ്. നമുക്കറിയാം ജെയ്സൺ സ്റ്റെഥാം കൂടുതലും ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളാണ്. ഇങ്ങനെ മെക്കാനിക്കൽ റിസറക്ഷൻസ് ഒക്കെ കണ്ടറിയാം. സോ അതേ ഒരു ടൈപ്പ് ഒരു കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മ്യൂട്ടണി സെയിം 21-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓഗസ്റ്റ് 28-നാണ് ദ വിസ്പർമാൻ എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ക്രൈം ത്രില്ലർ ഒരു ജോൺട്ര എന്ന സിനിമയാണ്. സോ അതേ ഡേറ്റിൽ തന്നെയാണ് ദ ഡോഗ് സ്റ്റാർ എന്ന് പറഞ്ഞ റിഡ്ലി സ്കോട്ട് ഡയറക്ട് ചെയ്യുന്ന മൂവി റിലീസാണ്. നമ്മുടെ ഗ്ലാഡിയേറ്ററിൻ്റെ ഒക്കെ ഡയറക്ടർ. ഇതിനകത്ത് ജേക്കബ് എൽറോഡി, മാർഗരറ്റ് കോലിയൊക്കെയാണ് മെയിൻ കാസ്റ്റായിട്ട് തന്നെ നമ്മുടെ സബ്സ്റ്റൻസ് മൂവിയിലേക്ക് ഹീറോയിൻ. സോ ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ പ്ലേസ് ചെയ്താക്കുന്ന സിനിമയാണ്. സോ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ ഗ്ലാഡിയേറ്ററിൻ്റെ ഡയറക്ടറിന് ആയതുകൊണ്ട് ഇതിന് നല്ല ഹോപ്പുണ്ട്. സോ ഇതിൻ്റെ ട്രെയിലറും അത്യാവശ്യം നല്ലൊരു കിടിലനായിട്ട് വന്നിട്ടുണ്ട്. സോ ദ ഡോഗ് സ്റ്റാർ റിലീസ് ആകുമ്പോൾ ഓഗസ്റ്റ് 28. സോ ഇതൊക്കെയാണ് ഈ മാസത്തെ ഏറ്റവും മെയിൻ റിലീസും കാര്യങ്ങളും. അതിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഏറ്റവും മെയിനായിട്ട് വരുന്ന പടങ്ങൾ നമുക്കറിയാം. നല്ല ഐ ആം ഗെയിം, നമ്മുടെ ഖലീഫ, അതുപോലെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സോ ടോട്ടലി ഒരു 13ഓളം പടങ്ങളുണ്ട്. സോ 20-നാണ് മെയിൻ ക്ലാഷ് എടുക്കാൻ പോകുന്നത് മലയാളത്തിൽ നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞ 14-ാം തീയതി ബോളിവുഡിൽ നിന്ന് ചെറിയ ക്ലാഷ് ഉണ്ട്. സോ ഈ മാസത്തെ സിനിമകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും പടം ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നവർക്ക് ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.